മേപ്പാടി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഉജ്ജീവനം എന്ന പേരിൽ ഒരു പുതിയ വായ്പാ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ദുരന്തബാധിതർക്ക് തങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായിക്കുന്നതാണ് പദ്ധതി. കുടുംബശ്രീ വഴിയാണ് ബാങ്ക് വായ്പ ലഭ്യമാക്കുക. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, ഒരു പുനരുജ്ജീവ പദ്ധതിയായിട്ടാണ് കുടുംബശ്രീ വഴി ഇപ്പോൾ ഈ ലോൺ ലഭ്യമാക്കുന്നത്. എന്താണ് അതിന്റെ ഉപാധികൾ? അരുൺ, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം 2024 ജൂലൈ മാസം 30-ാം തീയതിയാണ് വയനാട്, മേപ്പാടി, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്ത് ഈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നു. തുടർന്ന് ഈ പ്രദേശങ്ങളിലെ വാർഡുകൾ ദുരന്തബാധിതമായി പ്രഖ്യാപിച്ച വാർഡുകളിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പുനരുജ്ജീവന പദ്ധതി എന്ന നിലയിൽ ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 20 കോടി രൂപയാണ് നിലവിൽ സർക്കാർ എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയുടെ വിധി പ്രകാരം തന്നെ SDRFിലെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടായിരിക്കും ഈ പദ്ധതി നിലവിൽ നടപ്പിലാക്കാനായിട്ട് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ചും വയനാടും കോഴിക്കോട് ജില്ലകളിൽ, വയനാട് എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ധാരാളം ടൂറിസ്റ്റിന് വലിയ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ പ്രവർത്തിച്ചവരുണ്ട്. ഫാം സ്റ്റേകളും അതുപോലെ തന്നെ ഈ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. എല്ലാറ്റിനും പുറമെ അങ്ങനെ കൃഷി അടക്കമുള്ള മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് ഒരു പുനരുജ്ജീവന പദ്ധതി എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ രംഗത്തെത്തിയിരുന്നത്. എന്തായാലും 2026 ഡിസംബർ മാസം വരെയുള്ള കാലാവധി. താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.